വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ PSC ഇൻ ടെക്സ്റ്റ് ബുക്ക്. 8ാം ക്ലാസ് കെമിസ്ട്രി പാഠപുസ്തകത്തിലെ 3rd ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കുറച്ച് ശ്രദ്ധിച്ചിരുന്നാൽ മതി കേട്ടോ, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ചാപ്റ്റേഴ്സ് അതുപോലെ തന്നെ സബ്ജക്റ്റ് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഒക്കെ നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ചാപ്റ്റേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിന് മറക്കരുത്. എങ്കിലും നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ വേണം, അല്ലെങ്കിൽ നിങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട് ആ ക്ലാസ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവത്തുള്ളൂ. അതേപോലെ ഒരു വീഡിയോ കാണുക, അതിനുശേഷം ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് വായിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചതിന് ശേഷം കമൻറ്റ് ചെയ്യുക അടുത്ത ക്ലാസ് വേണമെന്ന്. അപ്പോൾ ജെനുവിനായിട്ട് ആരെങ്കിലുമൊക്കെ ക്ലാസ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ക്ലാസ് ഇടുന്നതിൽ സന്തോഷമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് പഠിക്കാം. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് കെമിക്കൽ ചേഞ്ചസ് എന്നാണ്. അപ്പോൾ നിങ്ങൾ തൊട്ട് മുന്നേ ഉള്ള ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ച്. എനിക്കൊന്ന് 7th സ്റ്റാൻഡേർഡ് സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ കെമിക്കൽ ചേഞ്ചസ് എന്താണ്, ഫിസിക്കൽ ചേഞ്ചസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളവരാണ്. നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കിയാലോ. ഇവിടെ നോക്കിയാട്ടെ, വളരെ മനോഹരമായിട്ട് നമുക്കൊക്കെ കാണാൻ ശബ്ദം കേട്ട ഓടുമെങ്കിലും നമുക്ക് ഇങ്ങനെ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന കുറേ കാഴ്ചകളൊക്കെ ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, കുറേ പിക്ചേഴ്സ്. വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് ഹാപ്പൻ അറൗണ്ട് അസ് എവറി ഡേ. നമ്മുടെ ചുറ്റുപാടും എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് നടക്കുന്നത്. ഒബ്സർവ് ദ പിക്ചേഴ്സ്. വാട്ട് ഓൾ ചേഞ്ചസ് ക്യാൻ യു ലിസ്റ്റ്. അപ്പം കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള പല തരത്തിലുള്ള മാറ്റങ്ങളുണ്ട് അല്ലേ. ഈവൻ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു ഭക്ഷണം കഴിച്ച് അത് ദഹിച്ചതിന് ശേഷമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം അതിൽ നിന്ന് തരുന്നത്. അതേപോലെ തന്നെ കടലാസ് കത്തുക, ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതുപോലെ പടക്കം പൊട്ടുക, ഇതൊക്കെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഒരുപാട് മാറ്റങ്ങളിൽ 1-2 ഇവിടെ കുറച്ച് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. Water becoming water vapor, burning of wood, rusting of iron, melting of wax, explosion of crackers, അതോ പടക്കം പൊട്ടുക, കട്ടിങ് ഓഫ് വുഡ്, ഇതൊക്കെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കുറച്ച് മാറ്റങ്ങളാണ്. പിന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതും ഒരു ചേഞ്ചസ് ആണ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഈ കാര്യങ്ങളെ ഫിസിക്കൽ ചേഞ്ച് എന്നും കെമിക്കൽ ചേഞ്ച് എന്നും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ വാട്ടർ ബിക്കമിങ് വാട്ടർ വേപ്പർ, എന്താ ജലം നീരാവിയായിട്ട് പോവുക, അതുപോലെ തന്നെ വിറക് കത്തുക, ഇരുമ്പ് തുരുമ്പ് പിടിക്കുക, വാക്സ് മെഴുകുരുകുക, പടക്കം പൊട്ടുക, അതേപോലെ തന്നെ നമ്മൾ വുഡ് തടി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഓരോ മാറ്റങ്ങളാണ്. അപ്പോൾ ഇതിനെ ഫിസിക്കൽ ചേഞ്ച് എന്നും കെമിക്കൽ ചേഞ്ച് എന്നും മാറ്റണമെങ്കിൽ എന്താണ് ഫിസിക്കൽ ചേഞ്ച്, എന്താണ് കെമിക്കൽ ചേഞ്ച് പറഞ്ഞാട്ടെ. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക മാറ്റം, കെമിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രാസമാറ്റം. ഇതിനകത്ത് ഈ കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു മാറ്റമാണ്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് എന്താണ്, കെമിക്കൽ ചേഞ്ച് എന്താണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതെന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, മാറ്റാം. ഫിസിക്കൽ ചേഞ്ചിന് സമയത്ത് മക്കളെ എപ്പോഴും മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിലുള്ള ഒരു മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും അതിനെ പഴയ രൂപത്തിലോട്ട് മാറ്റാം. എന്നാൽ കെമിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാസമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ മോളിക്യൂൾസ് അവിടെ ഉണ്ടാവുക അല്ലേ, പുതിയ മോളിക്യൂൾസ് അവിടെ ഉണ്ടാവുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു പേപ്പർ കഷ്ണം അങ്ങ് കത്തിച്ചു. ഒരു പേപ്പർ നമ്മളങ്ങ് കത്തിച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, തീർച്ചയായിട്ടും കരി ഉണ്ടാവും. ദാറ്റ് മീൻസ് കാർബൺ ഉണ്ടാവും. അപ്പോൾ ഈ പേപ്പർ മോളിക്യൂൾസ് അല്ല നമ്മളത് കത്തിക്കുമ്പോൾ ഉള്ള ചാരത്തിലുള്ളത്, അത് അവിടെ പുതിയ മോളിക്യൂൾസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു സംഭവം ഇപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ചസ് നടക്കുകയാണെന്നുണ്ട്, അവിടെ പുതിയ മോളിക്യൂൾസ് ന്യൂ മോളിക്യൂൾസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അതെന്താണ്, കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിളാണ്. അതേസമയം ഞാനൊരു പേപ്പർ അങ്ങോട്ട് ചുളുക്കി, പക്ഷേ ആ പേപ്പർ ചുളുക്കിയാൽ നമുക്ക് ഏകദേശം ഏറെക്കുറെ എന്ത് ചെയ്യാം, പഴയ രൂപത്തിലോട്ട് അതിനെ മാറ്റാൻ പറ്റും. അവിടെ അതിൻ്റെ മോളിക്യൂൾസിലുള്ള അറേഞ്ച്മെൻറ്റിലുള്ള ഒരു ചേഞ്ചേ ഉള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അതൊരു ഫിസിക്കൽ ചേഞ്ചാണ്. ഓക്കെ. അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിലുള്ള ഒരു മാറ്റമേ ഉള്ളൂ. ഇനി ഇപ്പം നിങ്ങൾക്കിത് മനസ്സിലായില്ലെന്ന് നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ മക്കളെ ശ്രദ്ധിക്കണം കേട്ടോ. വാട്ടർ വേപ്പർ, ഐസ്, അതായത് ജലം, നീരാവി, ഐസ്. അതെന്താ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാറ്റർ 3 അവസ്ഥയിൽ കാണപ്പെടുമെന്ന് പറഞ്ഞു അല്ലേ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലേ. അപ്പോൾ ആ 3 എക്സാമ്പിളിന്, അതായത് 3 സ്റ്റേറ്റിനുള്ള എക്സാമ്പിൾസ്, ഇപ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന നമുക്ക് വേണമെങ്കിൽ പറയാം ഐസ് എന്ന് പറയാം അല്ലേ. ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന നമുക്ക് എന്തെന്ന് പറയാം, വാട്ടർ എന്ന് പറയാം. പിന്നെ ഗേഷ്യസ് സ്റ്റേറ്റിലാണ് വാട്ടർ വേപ്പർ ആണേ. ഞാൻ പറയുന്നത് നിങ്ങൾ ആ ഒരു സെൻസിലെടുക്കണം, ശ്രദ്ധയോടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 3 സ്റ്റേറ്റിനുള്ള എക്സാമ്പിൾ എന്ത് നമ്മൾ പറഞ്ഞപ്പം ഐസ് പറഞ്ഞു, അത് ഖരാവസ്ഥയിലാണ്. പിന്നെ വെള്ളം നമ്മൾ പറഞ്ഞ എന്താ, അത് ദ്രാവകാവസ്ഥയിലാണ്. നീരാവി പറഞ്ഞു, അത്
ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, വാതകാവസ്ഥയിലാണോ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഈ വെള്ളത്തിനെ ഞാൻ എന്ത് ചെയ്യുക എന്നറിയാമോ? ഐസാക്കി മാറ്റുക. വെള്ളത്തിനെ ഞാൻ എന്ത് ചെയ്യുക? ഐസാക്കി മാറ്റുക. അപ്പോൾ ഈ വെള്ളത്തിനെ ഐസാക്കി മാറ്റുന്ന സമയത്ത് അവിടെ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ അവിടെ മാറ്റം വന്നത്. അതായത് വെള്ളത്തിനെ ഞാൻ ഐസാക്കി മാറ്റുമ്പോൾ വെള്ളത്തിലുള്ള മോളിക്യൂൾസ് കുറച്ചുകൂടെ അടുക്കുമ്പോഴാണ് എന്തായി മാറിയത്? അവിടെ ഐസായിട്ട് മാറി. അതായത് അത് സോളിഡ് സ്റ്റേറ്റിലോട്ട് മാറിയത്. മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനുള്ളൊരു മാറ്റമേ അവിടെ സംഭവിച്ചുള്ളൂ. എന്നാലേ ഞാൻ ഈ വെള്ളത്തിനെ ഐസാക്കി മാറ്റുമ്പോൾ എനിക്ക് തിരിച്ച് ഐസിനെ വീണ്ടും വെള്ളമാക്കി മാറ്റാമല്ലോ. ആണേ. അതേപോലെ ഇപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ വാട്ടർ ബിക്കമിങ് വാട്ടർ വേപ്പർ. അതായത് വാട്ടറിനെ ഞാൻ വാട്ടർ വേപ്പറാക്കി മാറ്റി. അപ്പോൾ അവിടെയും മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനുള്ള മാറ്റമേ ഉള്ളൂ. വാട്ടറിനകത്തിരിക്കുന്നതിനേക്കാളും വാട്ടർ വേപ്പറിനകത്ത് ഒരുപാട് ഡിസ്റ്റൻസിലായിരിക്കും മോളിക്യൂൾസ് സ്ഥിതി ചെയ്യുന്നത്. അതായത് അവിടെ മോളിക്യൂൾസിൽ അറേഞ്ച്മെൻറ്റിലുള്ള മാറ്റമേ ഉള്ളൂ. എന്നാൽ എനിക്ക് വാട്ടർ വേപ്പറിനെ വീണ്ടും എനിക്ക് എന്താക്കി മാറ്റാം? വാട്ടറാക്കി മാറ്റാമല്ലോ. അപ്പോൾ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിലുള്ള ഒരു മാറ്റം മാത്രമേ, അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിലുള്ള ഒരു ചേഞ്ച് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത്തരം ഉള്ളതാണ് എൻ്റെ ഫിസിക്കൽ ചേഞ്ചസ് എന്നുള്ളത്. ശ്രദ്ധിക്കണം കേട്ടോ. അത്തരമാണ് ഫിസിക്കൽ ചേഞ്ചസ്. എന്നാൽ ഞാൻ വിറക് കത്തിച്ചു, അല്ലെങ്കിൽ പേപ്പർ ഞാൻ എന്ത് ചെയ്തു? അത് ഞാൻ ഓൾറെഡി ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞതാണല്ലോ. ഇപ്പോൾ ബേണിംഗ് ഓഫ് വുഡ്, തടി ഞാനങ്ങ് കത്തിച്ചു. അവിടെ എന്ത് ചെയ്യുക? പുതിയ മോളിക്യൂൾസ് അവിടെ ഉണ്ടാവുന്നത്. മനസ്സിലായി? വുഡിലെ മോളിക്യൂൾസ് അല്ല അവിടെ പിന്നീട് ഉണ്ടാകുന്ന ചാരം, അത് കാർബണാണ്. അത് പുതിയ മോളിക്യൂൾസാണ് അവിടെ ഉണ്ടായത്. അത്തരത്തിലെ പുതിയ മോളിക്യൂൾസ് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്? കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിളാണ്. അതേപോലെ എക്സ്പ്ലോഷൻ. ഇപ്പോൾ ഇവിടെ പറയുന്നതിനെ തന്നെ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കിയാലോ. വാട്ടർ ബിക്കമിങ് വാട്ടർ വേപ്പർ, അത് എന്ത് ചേഞ്ച് ആണെന്നറിയാമോ? ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ. ഒരു പക്ഷേ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് എക്സാമ്പിൾസ് തന്നു കഴിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതാൻ അറിയണം കേട്ടോ. അപ്പോൾ ഒരു ക്ലാസ് കണ്ടിട്ടേ നിങ്ങൾക്ക് ഇപ്പോഴത്തെ അപ്ഡേഷൻ, നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, അപ്പോൾ ഏത് ചാപ്റ്ററാണ് വേണമെന്നൊന്നും എനിക്കറിയാൻ കഴിയില്ല. അപ്പോൾ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവുന്നുണ്ട് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ അടുത്ത ക്ലാസ് ഇടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഇടാൻ പറ്റും കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ വാട്ടർ ബിക്കംസ് വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. അടുത്തത് ബേണിംഗ് ഓഫ് വുഡ്. ഈ എന്ത് കത്തുന്നെന്ന് പറഞ്ഞാലും കേട്ടോ, ബേണിംഗ് അല്ലെങ്കിൽ എന്ത് കത്തുക എന്ന് പറഞ്ഞാലും അവിടെ അത് എന്ത് മാറ്റത്തിന് എക്സാമ്പിൾ ആണെന്ന് അറിയാമോ? കെമിക്കൽ ചേഞ്ചസ് ആണ്. ഇപ്പോൾ ബേണിംഗ് ഓഫ് വുഡ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ് മക്കളെ? കെമിക്കൽ രാസമാറ്റത്തിന് ഉദാഹരണമാണ്. അടുത്തത് റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പ് പിടിക്കുക. അവിടെ ഈ ഇരുമ്പ് തുരുമ്പ് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ തുരുമ്പെന്ന് പറയുന്നത് പുതിയ മോളിക്യൂൾസ് അവിടെ ഉണ്ടാവുന്നത്. അന്തരീക്ഷത്തിലുള്ള ജലാംശമായിട്ടൊക്കെ കൂടി ചേർന്നിട്ട് ഇരുമ്പിൽ തുരുമ്പ് പിടിക്കുക എന്ന് പറഞ്ഞാൽ റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നതും എന്തിന് എക്സാമ്പിളാണ്? കെമിക്കൽ ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത്. അടുത്തത് മെൽറ്റിംഗ് ഓഫ് വാക്സ്, മെഴുക് ഉരുക. അതെന്താ? ഫിസിക്കൽ ചേഞ്ച് ആണ്. അവിടെ മോളിക്യൂൾസിനുള്ള അറേഞ്ച്മെൻറ്റിനുള്ള ഒരു മാറ്റമേ മെഴുക് ഉരുകുന്നതിനകത്തിട്ട് വരുന്നുള്ളൂ. അതാണ് വാക്സ് മെൽറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. വീണ്ടും അതിനെ പഴയ സ്റ്റേറ്റിലോട്ട് മാറ്റാം നമുക്ക്. ദെൻ എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ്, പടക്കം പൊട്ടുക. അവിടെ എന്താ നടക്കുന്നത്? കെമിക്കൽ ചേഞ്ച് ആണ്. മനസ്സിലായോ? പുതിയ മോളിക്യൂൾസ് അവിടെ ഉണ്ടാവുകയാണ്. ഒരിക്കലും അതിനെ തിരിച്ച് നമുക്ക് ഒറിജിനൽ സ്റ്റേറ്റോട്ട് മാറ്റാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. അടുത്തത് കട്ടിങ് ഓഫ് വുഡാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ചോദിക്കാം, അവിടെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക്. ഇപ്പോൾ വിറകിനെ നമ്മൾ കട്ട് ചെയ്ത് ചെറിയ പീസാക്കുക, അല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ചെറിയ പീസാക്കുക. അവിടെയും മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനുള്ളൊരു മാറ്റമാണ്. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കും, പിന്നെ ഒരു തടി അങ്ങോട്ട് കട്ട് ചെയ്ത് കുഞ്ഞാക്കി വെച്ച് ഒട്ടിച്ച് വീണ്ടും പഴയ പോലാക്കാൻ പറ്റില്ലല്ലോ എന്ന്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനുള്ള ഒരു മാറ്റമേ ഉള്ളൂ. അവിടെ പുതിയ മോളിക്യൂൾസ് അതിൽ നിന്നും ഉണ്ടായില്ല. മനസ്സിലായോ? അങ്ങനെ പുതിയ മോളിക്യൂൾസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് പറയാൻ പറ്റൂ? കെമിക്കൽ ചേഞ്ച് എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ കട്ടിങ് ഓഫ് വുഡ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫിസിക്കൽ ചേഞ്ച് കെമിക്കൽ ചേഞ്ച് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ള. പുതിയ എന്തെങ്കിലും അതിനകത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ? പുതുതായിട്ട് എന്തെങ്കിലും പുതിയ മോളിക്യൂൾസ് എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അത് കെമിക്കൽ ചേഞ്ച് ആണ്. ഓക്കെ, അതാണ് എന്ത്? കെമിക്കൽ ചേഞ്ചസ്. എനിക്ക് നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് മനസ്സിലാക്കി വെക്കാം. തിങ്ക് അബൌട്ട് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ 2 types of changes given in the table. നമ്മളത് ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തു. ഇൻ ഫിസിക്കൽ ചേഞ്ചസ് ഓൺലി ദ അറേഞ്ച്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് വിത്തിൻ ദ സബ്സ്റ്റൻസ് ചേഞ്ചസ്. ദിസ് ഈസ് എ ടെമ്പററി ചേഞ്ച്. കണ്ടോ? അതായത് മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനകത്തുള്ള ഒരു ചേഞ്ച് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ബട്ട് ഇൻ കെമിക്കൽ ചേഞ്ച് വൺ സബ്സ്റ്റൻസ് ഗെറ്റ്സ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ന്യൂ സബ്സ്റ്റൻസ്. കണ്ടോ? അതായത് ഒരു വസ്തു പൂർണ്ണമായിട്ടും മറ്റൊരു വസ്തുവായിട്ട് മാറുകയാണ്. ദാറ്റ് ഈസ് ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ്. കണ്ടോ? പുതിയ മോളിക്യൂൾസ് അവിടെ ഉണ്ടാകും. അപ്പോൾ ശ്രദ്ധിക്കണേ മക്കളെ, ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ
ഉള്ള ആ ഒരു സബ്സ്റ്റൻസിനകത്തുള്ള ഒരു അറേഞ്ച്മെൻറ്റ്, മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിന് മാത്രമേ ഇവിടെ ചേഞ്ച് വരുന്നുള്ളൂ. എന്നാൽ കെമിക്കൽ ചേഞ്ചസിനകത്ത് ശ്രദ്ധിക്കണേ, അങ്ങ് ഉൾക്കൊള്ളണേ നിങ്ങൾ. കെമിക്കൽ ചേഞ്ചസിനകത്ത് പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്, പുതിയ അതായത് ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ്. എവിടെയാണ്? കെമിക്കൽ ചേഞ്ചസിൽ. ദിസ് ഈസ് എ പെർമനൻറ്റ് ചേഞ്ച്, അതൊരു സ്ഥിരമായ മാറ്റമാണ്. ഓക്കെ. During a physical change, only a change in the arrangement of molecules occurs. Hence, it can be easily brought back to its original state. കണ്ടോ, അതിനെ പുതിയ പഴയ അവസ്ഥയിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. ഇൻ ദ കേസ് ഓഫ് കെമിക്കൽ ചേഞ്ചസ്, ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ്. അത് വീണ്ടും തന്നെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ലെറ്റ് us familiarize ourselves with a few more chemical changes. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കെമിക്കൽ ചേഞ്ചസിനെ കുറിച്ചാണ് പറയുന്നത്. മെയിനായിട്ടും ഒരു 6 ടോപ്പിക്ക് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. കുറേ എക്സ്പെരിമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുഞ്ഞു കുട്ടികളായതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെരിമെൻറ്റ് 1-2 എണ്ണമൊക്കെ അതേപോലെയൊക്കെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് നോക്കാം കേട്ടോ. കാരണം ചില കെമിക്കൽസിൻ്റെയൊക്കെ പേര് നിങ്ങൾ അതായത് ഇപ്പോഴായിരിക്കാം നിങ്ങൾ ചിലതൊക്കെ കേൾക്കുന്നത്, അല്ലെങ്കിൽ 1-2 പ്രാവശ്യം കേട്ട് കാണും. നമുക്ക് ഒന്നുകൂടെയൊക്കെ അത് ആ പേരുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ് വരണം കേട്ടോ. നോക്കിയാട്ടെ. Take 2 beakers and fill 3/4 of them with water. 2 ബീക്കർ എടുക്കുക, അതിനകത്ത് 1/4 ഭാഗം വെള്ളം നിറയ്ക്കുക. Drop a small piece of sodium in 1 beaker. Notice the formation of a gas by the vigorous reaction between the sodium and വാട്ടർ. 2 ബീക്കർ എടുക്കാം, 3/4 വാട്ടർ ഫില്ല് ചെയ്യുക. എന്നിട്ട് ഒരെണ്ണത്തിനകത്ത് എന്ത് ചെയ്യുക? സോഡിയം ഇടാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോഡിയം ഇട്ടതിന് ശേഷം അവിടെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ചേഞ്ചസും അവിടെ ഏത് ഗ്യാസാണ് ഉണ്ടാകുന്നതെന്നുള്ളതും നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ ദ റിയാക്ഷൻ ആഡ് 2 drops ഓഫ് ഫിനോഫ്തലിൻ ഇൻ ബോത്ത് ദ ബീക്കേഴ്സ്. വാട്ട് ഡു യു ഒബ്സർവ്? ശ്രദ്ധിക്കണം, 2 ബീക്കർ എടുക്കുക, 2 ബീക്കറും 3/4 വാട്ടർ നിറച്ചതിന് ശേഷം ഒരെണ്ണത്തിനകത്ത് എന്ത് ചെയ്യുക? സോഡിയം ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിനകത്ത് സോഡിയം ഇടുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു വിഗ്രസ് റിയാക്ഷൻ നടക്കുകയും ചെയ്യും, അവിടെ ഒരു ഗ്യാസ് ഉണ്ടാവുകയും ചെയ്യും. അത് ഏതാണെന്ന് നോട്ട് ചെയ്യണം. അതേപോലെ അതിനകത്തോട്ട് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? 2 drops ഓഫ് ഫിനോഫ്തലിൻ. ഇതെല്ലാം കേട്ടിട്ട് വല്ല ഓർമ്മയുണ്ടോ? ഫിനോഫ്തലിൻ എന്നൊക്കെ എനിക്ക് തോന്നുന്നു 7th സ്റ്റാൻഡേർഡിൽ ആസിഡ്സ് ആൽക്കലി ആ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് പഠിക്കാനുള്ളതിനകത്ത് ഈ ലിറ്റ്മസ് പേപ്പറും ഫിനോഫ്തലിനും ഒക്കെ നിങ്ങൾക്ക് അവിടെ പഠിക്കാനുണ്ടായിരുന്നു അല്ലേ? ഓർമ്മ വന്നോ അതൊക്കെ? അപ്പോൾ ഇവിടെ ഫിനോഫ്തലിനും ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദ പ്രസൻസ് ഓഫ് വാട്ട് ഡു യു ഒബ്സർവ്? നിങ്ങൾക്ക് എന്തവിടെ കാണാൻ പറ്റും? ദ പ്രസൻസ് ഓഫ് വിച്ച് സബ്സ്റ്റൻസ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ കളർ ചേഞ്ച് ഇൻ ദ ബീക്കർ ടു വിച്ച് സോഡിയം വാസ് ആഡഡ്. അതായത് സോഡിയം ആഡ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ സോഡിയം ആഡ് ചെയ്ത ബീക്കറിൽ നമ്മൾ ഫിനോഫ്തലിൻ ആഡ് ചെയ്തപ്പോൾ ഏത് വസ്തുവിൻ്റെ പ്രസൻസ് കാരണമാണ് അവിടെ ഒരു കളർ ചേഞ്ച് ഉണ്ടായതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. 6.2 6.3 കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഫിനോഫ്തലിൻ ആഡ് ചെയ്തപ്പോഴുള്ള കളർ ചേഞ്ച് അവിടെ കാണിച്ചിട്ട് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു കളർ ചേഞ്ച് ഇവിടെ ഉണ്ടായത്? റൈറ്റ് ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ഇൻവോൾവ് ഇൻ ദ എബോവ്. ഈ പറഞ്ഞതിനകത്തുള്ള റിയാക്റ്റൻസും പ്രോഡക്ട്സും ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. നമ്മൾ പറഞ്ഞ ഇത്രേ ഉള്ളൂ. 2 ബീക്കർ എടുക്കുക, വെള്ളം നിറയ്ക്കുക, ഒന്നിനകത്ത് സോഡിയം ഇടുക. അപ്പോൾ എന്ത് മാറ്റം അവിടെ ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? സോഡിയം വാട്ടറുമാണേ. നമ്മളിപ്പോൾ ഇവിടെ എടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണ്? സോഡിയവും വാട്ടറും. ഇത് തമ്മിൽ അങ്ങോട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരാളും അവിടെ ഒരു ഗ്യാസും ഉണ്ടാവും. അവിടെ ഉണ്ടാകുന്ന ഗ്യാസ് ഹൈഡ്രജനാണ്. ഓക്കെ, ശ്രദ്ധിക്കണം. ബീക്കറിനകത്ത് വെള്ളമുണ്ട്, നമ്മൾ അതിനകത്തോട്ട് സോഡിയം ഇട്ട്, അപ്പോൾ ഈ സോഡിയവും വാട്ടറും തമ്മിൽ റിയാക്ട് ചെയ്യുവാണെങ്കിൽ മക്കളെ ഒരു രാസപ്രവർത്തനം നടക്കും, ഒരു കെമിക്കൽ റിയാക്ഷൻ ഇവിടെ നടന്നു അല്ലേ? ഈ കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ആരൊക്കെയാണ്? സോഡിയവും വാട്ടറും. ഇവരെ വിളിക്കുന്ന പേരാണ് റിയാക്റ്റൻസ് ആണ്. ഒരു രാസപ്രവർത്തനത്തിൽ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നത് ആരാണോ അവരെയാണ് നമ്മൾ റിയാക്റ്റൻസ് എന്ന് വിളിക്കുന്നത് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് സോഡിയവും വാട്ടറും തമ്മിൽ റിയാക്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഉണ്ടായത് സോഡിയം ഹൈഡ്രോക്സൈഡാണ്. എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡാണ്. സോഡിയം ഹൈഡ്രോക്സൈഡും അവിടെ ഉണ്ടായ ഗ്യാസ് ഹൈഡ്രജനുമാണ്. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡും അവിടെ ഉണ്ടായത് ഹൈഡ്രജനുമാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായ അതായത് ഒരു രാസപ്രവർത്തനത്തിൽ 2 പേരോ 3 പേരോ ഒക്കെ ചേർന്നിട്ട് പുതുതായിട്ട് അവിടെ ഉണ്ടാകുന്ന ആളുകളെ നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ സോഡിയവും ഹൈഡ്രജനുമാണ് ഇവിടുത്തെ റിയാക്റ്റൻസ്. അവിടെ ഉണ്ടായത് ആരൊക്കെയാണെന്നറിയാമോ? സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനുമാണ്. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനുമാണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് തീർച്ചയായിട്ടും നിങ്ങളെ എഴുതി കാണിക്കാം ഇപ്പോൾ കേട്ടോ. ഇവിടെ സോഡിയം എന്ന് പറയുന്ന ഒരു മെറ്റലാണ്. ഓക്കെ, സോഡിയം എന്ന് പറയുന്ന ഒരു മെറ്റലാണ്, വാട്ടറും തമ്മിലാണ് ചേർന്ന്. ഇവിടെ ഉണ്ടായ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണെന്ന് പറയാം? ഒരു ആൽക്കലിക്ക് എക്സാമ്പിളാണ്. ആസിഡും ആൽക്കലി നിങ്ങൾക്ക് ഫെമിലിയർ ആണ്.
സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആൽക്കലിയാണ് കേട്ടോ. എന്താണ്? ഒരു ആൽക്കലിയാണ്. സോഡിയം ഹൈഡ്രോക്സൈഡിനെ എങ്ങനെ എഴുതുന്നതെന്ന് അറിയാമോ? NaOH എന്നാണ് എഴുതുന്നത് കേട്ടോ. നമുക്കത് NaOH എങ്ങനെ എഴുതുന്നതെന്നും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം കേട്ടോ. Na ആണ് സോഡിയം അല്ലേ? OH ആണ് എന്ത്? ഹൈഡ്രോക്സൈഡ്. NaOH ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴായാലും ഈ OH എന്നുള്ള ഒരു ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അത് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. എന്താണ്? ആൽക്കലിയാണ് കേട്ടോ. OH എന്ന് പറയുന്നത് ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ എന്തിൻ്റെ കൂടെ OH കണ്ടാലും അതൊരു ആൽക്കലി ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. 10ാം ക്ലാസ്സിലാവുമ്പോഴത്തേക്ക് നിങ്ങൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുമ്പോഴത്തേക്ക് കൂടുതൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ NaOH എന്ന് പറയുന്നത് എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? ശ്രദ്ധിക്കുക കേട്ടോ. The alkali formed by the reaction of sodium with water is sodium hydroxide. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിനകത്ത് സോഡിയം ഇട്ടപ്പോൾ അവിടെ ഉണ്ടായത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ആൽക്കലിയാണ്. മെറ്റൽസ് ലൈക്ക് സോഡിയം, ശ്രദ്ധിക്കണം, സോഡിയം എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്, ഒരു ലോഹമാണ്. സോഡിയം, പൊട്ടാസ്യം റിയാക്ട് വിഗറസ്ലി വിത്ത് വാട്ടർ ടു ഫോം ഹൈഡ്രജൻ ഗ്യാസ് ആൻഡ് ദ കറസ്പോണ്ടിങ് ആൽക്കലി. ഇവിടെ ശ്രദ്ധിക്കണം, സോഡിയം ആണെങ്കിലും പൊട്ടാസ്യം ആണെങ്കിലും, പൊട്ടാസ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്? K വെച്ചിട്ടല്ലേ സൂചിപ്പിക്കുന്നത്? നമ്മൾ തൊട്ട് മുന്നേ ഉള്ള ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് അടുത്ത ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾ അതൊന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പൊട്ടാസ്യത്തിന് എങ്ങനെ നമ്മൾ K വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സോഡിയം ആണെങ്കിലും പൊട്ടാസ്യം ആണെങ്കിലും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആൽക്കലി ഉണ്ടാവും. അതായത് പൊട്ടാസ്യം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ കറസ്പോണ്ടിങ് ആൽക്കലി എന്ന് പറയുന്നത് KOH ആണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇവിടെ സോഡിയം ആയതുകൊണ്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഉണ്ടാകും. നമ്മൾ പറഞ്ഞു സോഡിയം ഹൈഡ്രോക്സൈഡ് ഏതായിരുന്നു? NaOH ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ആണല്ലോ. എന്നിട്ടിവിടെ പ്രോഡക്റ്റ് ചോദിച്ചിട്ടുണ്ട്, റിയാക്റ്റൻസ് പ്രോഡക്റ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സോഡിയവും വാട്ടറുമാണ് ഇവിടുത്തെ റിയാക്റ്റൻസ്. അവിടെ ഉണ്ടായത് സോഡിയം ഹൈഡ്രോക്സൈഡും. ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ. ശ്രദ്ധിക്കണം, സോഡിയവും പൊട്ടാസ്യവും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗ്യാസ് ഏതാണ്? എപ്പോഴും ഹൈഡ്രജൻ ആയിരിക്കും കേട്ടോ. പിന്നീട് അതിൻ്റെ കറസ്പോണ്ടിങ് ആൽക്കലി ഉണ്ടാവും. അതായത് പൊട്ടാസ്യമാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. സോഡിയമാണ് ഉണ്ടാകുന്നതെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡും ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഈ സോഡിയവും വാട്ടറും തമ്മിൽ റിയാക്ട് ചെയ്തതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ, ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2Na + 2H2O gives 2NaOH + H2 ആണ് ബാലൻസ്ഡ് ഇക്വേഷൻ. ബാലൻസ് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടല്ലോ. Na എന്ന് പറയുന്നത് സോഡിയമാണ്, വാട്ടർ എന്ന് പറയുന്നത് H2O ആണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ അവിടെ NaOH എന്ന് പറയുന്ന ഒരു ആൽക്കലിയും സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു ആൽക്കലിയും ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു ഗ്യാസും അവിടെ ഉണ്ടാകുന്ന എന്നൊരാശയത്തിൽ നിന്നാണ് ഈ ഒരു ബാലൻസ്ഡ് ഇക്വേഷനൊക്കെ നമ്മൾ എഴുതുന്നത് കേട്ടോ. അതൊക്കെ മനസ്സിലാക്കണം. വെറുതെ ബൈ ഹാർട്ട് ചെയ്തൊന്നും വെക്കരുത്. നിങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ള സംഭവം എന്നെങ്കിലും നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. 2Na + 2H2O gives 2NaOH + H2. അതായത് സോഡിയം + വാട്ടർ gives sodium hydroxide + hydrogen. Okay. You know that heat and light are produced when magnesium burns in air. ഇപ്പോൾ ടീച്ചർ നിങ്ങൾ ഒരുപക്ഷെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് കാണിച്ചാൽ മഗ്നീഷ്യം റിബൺ നമ്മൾ കത്തിക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ലൈറ്റും ഉണ്ടാവുന്നുണ്ട്, ഹീറ്റും ഉണ്ടാവുന്നുണ്ട്. മഗ്നീഷ്യം റിബൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഒരു സിൽവർ കോട്ടിങ് പോലത്തെ ഒരു നീളമുള്ള ഒരു സംഭവമാണ്. റിബൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തലയിൽ കെട്ടുന്ന റിബൺ പോലത്തെ അല്ല, അല്ലാണ്ട് ഒരു കമ്പി പോലത്തെ ഇച്ചിരി കൂടെ വീതിയുള്ളൊരു നീളമുള്ളൊരു സാധനമാണ്. അത് കത്തിക്കുന്ന സമയത്ത് അവിടെ ലൈറ്റ് ഉണ്ടാവും. നമ്മൾ ഈ പുത്തിരി കത്തിക്കുന്ന പോലെ അല്ല, എന്നാൽ അതുപോലൊക്കെ ഏകദേശമൊക്കെ. എന്നാൽ അവിടെ ചാരം പോലെ അത് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അവിടെ ഹീറ്റും ഉണ്ടാവും, ലൈറ്റും ഉണ്ടാവും കേട്ടോ. ലെറ്റ് us consider a few other chemical changes. അപ്പോൾ നമ്മൾ ഒരെണ്ണം പറഞ്ഞു, സോഡിയവും വാട്ടറും തമ്മിലുള്ള ഒരു റിയാക്ഷൻ പറഞ്ഞു. അപ്പോൾ അവിടെ എന്തുണ്ടാകും? സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞു. അടുത്തത് മഗ്നീഷ്യം റിബൺ എയറിൽ കത്തുന്ന സമയത്ത് ഉള്ള ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ കാര്യവും അവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ കേട്ടോ. അടുത്ത എക്സ്പെരിമെൻറ്റ്, കുറേ കെമിക്കൽ ചേഞ്ചസ് നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അടുത്ത എക്സ്പെരിമെൻറ്റ് നമുക്ക് ഏതാണെന്ന് നോക്കാം. നോക്കൂ, നിങ്ങൾക്കിപ്പോൾ ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ ചേഞ്ചസ് എന്താണെന്ന് മനസ്സിലായല്ലോ. എന്നിട്ട് നമ്മൾ ഓരോ കെമിക്കൽ ചേഞ്ചസിനുള്ള എക്സാമ്പിൾസാണ് നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ. ആദ്യം 1-2 നിങ്ങൾ കണ്ടു. അടുത്തത് തെർമോ കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് തെർമോ കെമിക്കൽ റിയാക്ഷൻസ്? വളരെ ഈസിയാണ്. അപ്പോൾ ഈ തെർമോ കെമിക്കൽ റിയാക്ഷൻസ് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് 1-2 എക്സ്പെരിമെൻറ്റ് നോക്കാം. ഫസ്റ്റ് വൺ, add 5 ml dilute hydrochloric acid to a piece of magnesium taken in a test tube. മഗ്നീഷ്യം എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്. ഓക്കെ,
ഹൈഡ്രോക്ലോറിക് ആസിഡാണെന്ന് ഞാൻ പ്രത്യേകം പറയണോ? പോയ ചേച്ചി നിങ്ങൾക്ക് അറിയാമല്ലോ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഞങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു തരണ്ട, നിങ്ങൾ എന്തായാലും ഇപ്പോൾ അവിടെ നിന്ന് പറയും അല്ലേ. അപ്പോൾ നിങ്ങളങ്ങ് മനസ്സിലാക്കി ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ് മക്കളെ. എപ്പോഴും ഒരു ആസിഡും ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഒരു ആസിഡും ഏത് മെറ്റൽ വേണമെങ്കിലും, ഒരു ആസിഡും ഒരു മെറ്റലും തമ്മിൽ റിയാക്ട് ചെയ്താൽ അവിടെ ആരുണ്ടാവും? ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. 10ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാമിൻ്റെ പോലും ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു PSC എക്സാമിന് പഠിക്കുന്നവർക്ക് പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റയാണത് കേട്ടോ. ഒരു ആസിഡും ഒരു മെറ്റലും തമ്മിൽ, അതായത് ഒരു ലോഹവും ഒരു ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാൽ അവിടെ ഉണ്ടാകുന്ന വാതകം എപ്പോഴും ഏതായിരിക്കും? ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ പറയുന്ന എക്സ്പെരിമെൻറ്റ് ഇതാണ്. ഒരു 5 ml ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക, അതിനകത്തോട്ട് മഗ്നീഷ്യത്തിൻ്റെ ഒരു പീസ് ഇടുക. വിച്ച് ഈസ് ദ ഗ്യാസ് ലിബറേറ്റഡ് ഇൻ ദിസ് റിയാക്ഷൻ? ഇവിടെ ഒരു ആസിഡ് ഉണ്ട്, ഒരു മെറ്റൽ ഉണ്ട്. ഇവിടുത്തെ മെറ്റൽ ഏതാ? മഗ്നീഷ്യം. ഇവിടുത്തെ ആസിഡ് ഏതാ? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇത് തമ്മിൽ റിയാക്ട് ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന ഗ്യാസ് ഏതാണ്? ഒബിയസ്ലി ഹൈഡ്രജൻ ആയിരിക്കും. ഓക്കെ, ടച്ച് ദ ബോട്ടം ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്, വാട്ട് ഡു യു ഫീൽ? അതിന് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ താഴെ ഒന്ന് തൊട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ? തീർച്ചയായിട്ടും അവിടെ ചൂട് അനുഭവപ്പെടും കേട്ടോ. വാമായിരിക്കും ആ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ അടിഭാഗം. എന്തുകൊണ്ടായിരിക്കാം ഈ ടെസ്റ്റ് ട്യൂബ് ചൂടായിട്ടിരുന്നത്? ഹീറ്റ് വാസ്, നോക്ക്, മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടാണ് അവിടെ പ്രവർത്തിച്ചത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗ്യാസ് എപ്പോഴും ഹൈഡ്രജൻ ആയിരിക്കും. ടെസ്റ്റ് ട്യൂബ് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ചൂട് അനുഭവപ്പെടും. എന്തുകൊണ്ടായിരിക്കും ചൂട് അനുഭവപ്പെട്ടെ? നമുക്കറിയാം മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ പ്രവർത്തിച്ചപ്പോൾ അവിടെ ചൂടായതുകൊണ്ടായിരിക്കുമല്ലോ ടെസ്റ്റ് ട്യൂബിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് അവിടെ ചൂട് അനുഭവപ്പെട്ട അല്ലേ. ഹീറ്റ് വാസ് ഇവോൾവ്ഡ് അലോങ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ്. നോക്ക്, മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ പ്രോഡക്റ്റിനോടൊപ്പം എന്തുണ്ടായി? ഹീറ്റ്. അതുകൊണ്ടല്ലേ നമ്മൾ തൊട്ട് നോക്കിയപ്പോൾ നമ്മുടെ കൈ ചൂടായത്, പൊള്ളുമല്ല, ചെറിയ ചൂട് അനുഭവപ്പെടും. ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ ഈസ് ആസ് ഫോളോസ്. നോക്ക്, ശ്രദ്ധിക്കണം മക്കൾ. നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ ഒക്കെ കുറേ അനുഭവപ്പെടും. അപ്പം നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിലൊക്കെ തന്നെ പഠിപ്പിച്ചാലും ചില കുട്ടികളെങ്കിലും ശ്രദ്ധിക്കാതിരിക്കുന്ന കാര്യങ്ങളാണിത്. അപ്പം എൻ്റെ ഒരു വോയിസ് വെച്ചിട്ട് എത്രത്തോളം പേര് ഇത് കേൾക്കുന്നത് മനസ്സിലാക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കാനും. എനിക്ക് തന്നെ ഈ കുട്ടികളുടെ റെസ്പോൺസ് അപ്പം തന്നെ അറിയാണ്ട് എനിക്കിത് പഠിപ്പിക്കുന്നതിലും ഇച്ചിരി മടിയുള്ള ആളാട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ അങ്ങ് ഡിലേ ആവുന്നത്. അപ്പോൾ അല്ലെങ്കിൽ അതുപോലെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ, നിങ്ങൾക്ക് അത്രയും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അടുത്ത ക്ലാസ്സിൽ ചേച്ചി ഞങ്ങളിത് പഠിച്ചു കഴിഞ്ഞു, അടുത്ത ക്ലാസ് ഇടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ 8ാം ക്ലാസ്സിൻ്റെയൊക്കെ ഈ സ്കൂൾ ടെക്സ്റ്റ് ഞാനിപ്പോൾ ഡിലേ ആക്കിയതിൻ്റെ മെയിൻ റീസൺ അതാണ്. അല്ലെങ്കിൽ അതുപോലെ ഞാൻ നിങ്ങളെ വോയിസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ ഈസിയുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കണം. ഇതൊക്കെ കുഞ്ഞുങ്ങളെ അടുത്തിരുത്തി അല്ലെങ്കിൽ കണ്ടുകൊണ്ട് പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ എന്നാലും നിങ്ങൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇരുന്ന് ക്ലാസ് കേൾക്കണം കേട്ടോ. എൻ്റെ ഒരു റിക്വസ്റ്റാണ് ഇത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, 5 ml ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇടുക, അതിനകത്ത് മഗ്നീഷ്യം ഇടുക, തൊട്ട് നോക്കുമ്പോൾ ചൂട് അനുഭവപ്പെടും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവന്മാർ രണ്ടും കൂടെ ചേർന്ന് അവിടെ എന്തോ ഉണ്ടായി? ചൂട് ഉണ്ടായി. അപ്പോൾ ഇതിൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ, നമ്മൾ രാസപ്രവർത്തനം, നമ്മൾ കെമിസ്ട്രി അല്ലേ പഠിക്കുന്നത്, അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ രൂപത്തിൽ തീർച്ചയായിട്ടും എഴുതണം. ആ ഇക്വേഷൻ എന്താണെന്നുള്ളതാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. മഗ്നീഷ്യം പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗിവ്സ് മഗ്നീഷ്യം ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ പ്ലസ് ഹീറ്റ്. കണ്ടോ, മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ പ്രവർത്തിച്ചപ്പോൾ അവിടെ ഹീറ്റ് ഉണ്ടായെന്ന് അറിയാമല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ആസിഡും ഒരു മെറ്റലും തമ്മിൽ റിയാക്ട് ചെയ്താൽ അവിടെ എന്തുണ്ടാവും? ഹൈഡ്രജൻ ആണേ. മഗ്നീഷ്യവും മെറ്റലാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഇത് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടായി? ഹൈഡ്രജൻ. കൂട്ടത്തിൽ ആരോടെ ഉണ്ടായി? മഗ്നീഷ്യം ക്ലോറൈഡ്. എന്താ അവിടെ ഉണ്ടായത്? മഗ്നീഷ്യം ക്ലോറൈഡ്, MgCl2 കേട്ടോ. ഇതൊക്കെ നിങ്ങളങ്ങ് പരിചയിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആവും പെട്ടെന്ന് കേട്ടോ. ശ്രദ്ധിച്ചാട്ടോ, അതിൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? Mg പ്ലസ് മഗ്നീഷ്യം പ്ലസ് HCl ആണ്. ഇത് ബാലൻസ് ചെയ്തേക്കുവാണേ, അപ്പുറം ഇപ്പുറം എല്ലാം ഒരുമിച്ച് വേണേ. ബാലൻസ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പോൾ Mg പ്ലസ് 2HCl ഗിവ്സ് MgCl2 പ്ലസ് H2, നമ്മുടെ ഹൈഡ്രജൻ പ്ലസ് ഹീറ്റ്. കണ്ടോ, അവിടെ ഹീറ്റും ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ അവിടെ ഹീറ്റ് എന്ന് എഴുതിയത്. മനസ്സിലായോ? ഇനി അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ ഒരു രാസപ്രവർത്തനം നടന്നപ്പോൾ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നപ്പോൾ അവിടെ എന്തുണ്ടായി മക്കളെ? ഹീറ്റ് ഉണ്ടായി. എന്തുണ്ടായി? ഇവിടെ ഹീറ്റ് ഉണ്ടായി. ഇങ്ങനെ ഇത്തരത്തിൽ ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ അവിടെ താപമുണ്ടാകുന്നു എങ്കിൽ, ഹീറ്റ് ഉണ്ടാകുന്നു എങ്കിൽ, അത്തരം കെമിക്കൽ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് എക്സോതെർമിക് റിയാക്ഷൻസ്. എന്താണ്? എക്സോതെർമിക് റിയാക്ഷൻസ്. ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ അവിടെ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇവിടെ മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും റിയാക്ട് ചെയ്തപ്പോൾ അവിടെ ചൂട് അനുഭവപ്പെട്ടു അല്ലേ, അവിടെ ഹീറ്റ് ഉണ്ടായി. ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് ആണ് എക്സോതെർമിക് റിയാക്ഷൻസ്.
കെമിക്കൽ റിയാക്ഷൻസ് ഈസിയാണ്, ശ്രദ്ധിക്കണേ. കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് ലിബറേറ്റ് ഹീറ്റ് ആർ കോൾഡ് എക്സോതെർമിക് റിയാക്ഷൻസ്. കണ്ടോ, കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് ലിബറേറ്റ് ഹീറ്റ് ആർ കോൾഡ് എക്സോതെർമിക് റിയാക്ഷൻസ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ ചൂട് പുറത്തു വിട്ട്, അങ്ങനെയാണെങ്കിൽ ചൂട് സ്വീകരിച്ചുകൊണ്ട് രാസപ്രവർത്തനം വല്ലതും നടക്കുമോ? അങ്ങനെ ഒരു ചിന്ത ആർക്കെങ്കിലും വന്നോ? എങ്കിൽ നമുക്ക് അടുത്തത് നോക്കാവേ. ഫ്ലയറിംഗ് അപ്പ് എ ഗ്ലോയിങ് ഇൻസെൻസ് സ്റ്റിക്ക് നോക്കാം. ടേക്ക് എ ഫ്യൂ ക്രിസ്റ്റൽസ് ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇൻ എ ഡ്രൈ ടെസ്റ്റ് ട്യൂബ്. എന്തുവാ, ഒരു വീണ്ടും ടെസ്റ്റ് ട്യൂബ് എടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് എന്തിടുക? പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ക്രിസ്റ്റൽസ് ഇടാനാണ് അവിടെ അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത്. Heat the test tube. Bring a glowing incense stick to the mouth of the test tube. What do you observe? അപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, അതിനകത്തോട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യാനാണേ പറഞ്ഞേക്കുന്നത്? അത് ചൂടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടെസ്റ്റ് ട്യൂബ് ചൂടാക്കുക. എന്നിട്ട് കത്തുന്ന ഒരു ചന്ദനത്തിരി അതിൻ്റെ വാഭാഗത്ത് കൊണ്ടുവെക്കാനും പറഞ്ഞു. നോക്കിയാട്ടെ, അത് ഈ ഫിഗർ 6.4 ആണ്. ഈ പറഞ്ഞാണ് നമ്മുടെ ഈ ഒരു അറേഞ്ച്മെൻറ്റ്. കണ്ടോ, പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ കളറൊക്കെ നോക്കിയാട്ടെ. പെട്ടെന്നൊരു കത്തുന്ന ചന്ദനത്തിരി അതിൻ്റെ വായ്ഭാഗത്ത് കൊണ്ടുവെക്കാനും പറഞ്ഞിട്ടുണ്ട്. ദ സ്റ്റിക്ക് ഫ്ലെയർസ് അപ്പ്. വാട്ട് കുഡ് ബി ദ റീസൺ? കേട്ടോ, അത് ആളിക്കത്തും. ഈ കൊണ്ടുവന്ന് ചന്ദനത്തിരി എന്ത് ചെയ്യും? ആളിക്കത്തും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് സംഭവിച്ചതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കാം? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ടെസ്റ്റ് ട്യൂബിനകത്തിട്ട് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ത് ചെയ്യുമെന്നറിയാമോ? അങ്ങ് ഡീകമ്പോസ് ചെയ്യും. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ത് ചെയ്യും മക്കളെ? അങ്ങ് ഡീകമ്പോസ് ചെയ്തിട്ട്, അതായത് ശ്രദ്ധിക്കണം, പൊട്ടാസ്യം പെർമാംഗനേറ്റിന് ചൂടാക്കുമ്പോൾ, അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റും ഹീറ്റുമാണ് അവിടെ പ്രവർത്തിച്ചത് അല്ലേ? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഹീറ്റ് ചെയ്തപ്പോൾ, പൊട്ടാസ്യം പെർമാംഗനേറ്റും ഹീറ്റും തമ്മിൽ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്തപ്പോൾ അവിടെ പൊട്ടാസ്യം മാംഗനേറ്റും മാംഗനീസ് ഡയോക്സൈഡും ഓക്സിജനും ഉണ്ടായി. ചുരുക്കം പറഞ്ഞാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കിയപ്പോൾ അവിടെ എന്തുണ്ടായി? ഓക്സിജൻ ഉണ്ടായി. എന്തുണ്ടായി അവിടെ? ഓക്സിജൻ ഉണ്ടായി. പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ വിഘടിച്ചു. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കിയപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസ് ചെയ്ത് ഓക്സിജൻ ഉണ്ടായതുകൊണ്ടാണ് മക്കളെ നമ്മൾ ചന്ദനത്തിൽ കൊണ്ടുവച്ചപ്പോൾ അത് ആളിക്കത്തിയത്. മനസ്സിലായോ? അവിടെ ഓക്സിജൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് അതവിടെ ആളിക്കത്തിയത്. ഞാൻ ഈ പറഞ്ഞ കാര്യം ഇക്വേഷൻസ് ഒക്കെ ഇവിടെ ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കട്ടിയായിട്ടുള്ള വാക്ക് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ എഴുതി കാണിക്കാഞ്ഞത്. ശ്രദ്ധിച്ചിരിക്കണേ. Does the residue in the test tube have the color of potassium permanganate? റെസിഡ്യൂ എന്ന് വെച്ചാൽ അതിൻ്റെ അവശിഷ്ടം. ആ അവശിഷ്ടത്തിന് പൊട്ടാസ്യം പെർമാംഗനേറ്റിന് വല്ല കളർ ഉണ്ടായിരുന്നോ? നോ. Can this reaction takes place without heating? ഇത് ഹീറ്റ് ചെയ്യാണ്ട് ഇത് വല്ലതും നടക്കുമെന്ന് ഒരിക്കലും നടക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഹീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് ഡീകമ്പോസ് ചെയ്യൂ. മനസ്സിലായോ? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്തെങ്കിൽ മാത്രമേ അത് ഡീകമ്പോസ് ചെയ്തിട്ട് പൊട്ടാസ്യം മാംഗനേറ്റും മാംഗനീസ് ഡയോക്സൈഡും ഓക്സിജനും ഒക്കെ അവിടെ ഉണ്ടാകും. മനസ്സിലായോ? അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ അത് രണ്ടും കൂടെ പ്രവർത്തിച്ച് അവിടെ ഹീറ്റ് ഉണ്ടായത്. പക്ഷേ ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഹീറ്റിനെ മേടിച്ചുകൊണ്ടാണ് ഇവിടെ രാസപ്രവർത്തനം നടന്നത്. അപ്പോൾ എന്തോന്നാ ഇവിടെ ഈ രാസപ്രവർത്തനത്തിൽ അവിടെ ഹീറ്റിനെ അവർ സ്വീകരിച്ചതല്ലോ. ഹീറ്റ് വേണമായിരുന്നു ഒരു രാസപ്രവർത്തനത്തിൽ അല്ലേ? ഹീറ്റ് വേണമായിരുന്നു ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ആണ് എൻഡോതെർമിക് റിയാക്ഷൻസ്. കേട്ടോ, താപാഗീരണ രാസപ്രവർത്തനങ്ങൾ, എൻഡോതെർമിക് കെമിക്കൽ റിയാക്ഷൻസ്. തൊട്ട് മുന്നേ നമ്മൾ എന്തോ പഠിച്ചേ? എക്സോതെർമിക് ആയിരുന്നു. അവിടെ ഹീറ്റ് ഉണ്ടാവുകയായിരുന്നു. ആണല്ലോ. ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ, ശ്രദ്ധിക്കണേ. നമുക്ക് ബാക്കി നോക്കാം. When potassium permanganate is heated, potassium permanganate ഹീറ്റ് ചെയ്യുമ്പോൾ it decomposes to form potassium manganate, manganese dioxide and oxygen. ഇതെങ്ങനെ എഴുതുന്നേ? എന്തോ മക്കളെ പറഞ്ഞേ? പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കുന്ന സമയത്ത് അവിടെ പൊട്ടാസ്യം മാംഗനേറ്റും മാംഗനീസ് ഡയോക്സൈഡും ഓക്സിജനും ആണ് ഉണ്ടാകുന്നത്. അതൊരു ബോക്സ് ഇട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ കെമിക്കൽ ഫോമിലൊന്നും തന്നിട്ടില്ല, ഭാഗ്യം ഇല്ലേ? അപ്പോൾ ഇതൊന്നും നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാട്ടെ. പൊട്ടാസ്യം പെർമാംഗനേറ്റിന് ഹീറ്റ് ചെയ്യുമ്പോൾ, അതായത് എങ്ങനെ എഴുതുന്നേ? പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്ലസ് ഹീറ്റ് ഗീവ്സ് എന്തൊക്കെ ഉണ്ടായി? പൊട്ടാസ്യം മാംഗനേറ്റും മാംഗനീസ് ഡയോക്സൈഡും ഓക്സിജൻ. അത് പ്ലസ് ഇട്ടാണ് എഴുതിയിരിക്കുന്നത്. പൊട്ടാസ്യം മാംഗനേറ്റ് പ്ലസ് മാംഗനീസ് ഡയോക്സൈഡ് പ്ലസ് ഓക്സിജൻ. ഓക്കെ,
ബാക്കി നോക്കട്ടെ, എന്തായാലും ബാക്കിയും കൂടെ ഒന്ന് വായിച്ച് വിട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എത്ര കുട്ടികൾ ഞാൻ ഈ പറഞ്ഞിടം വരെ എത്തിയെന്ന് പോലും എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം എത്രത്തോളം പേര് കേൾക്കും എന്നുള്ളത്. നമ്മൾ ത്രൂ സൗണ്ട് ഒരു 30% മാത്രമേ നിങ്ങളിലോട്ട് എത്തൂ. അപ്പോൾ നിങ്ങൾ ഇത്രയൊക്കെ ക്ലാസ് കേട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ അടുത്ത ക്ലാസ് ഇടും. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ബാലൻസ് ഇട്ടിട്ട് കാര്യമില്ല കേട്ടോ. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. ഇൻ ദിസ് റിയാക്ഷൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസ് വിത്ത് അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ്. ഇവിടെ ഹീറ്റ് ആഗിരണം ചെയ്തിട്ടാണ്, അബ്സോർബ് ചെയ്തിട്ടാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ത് ചെയ്തത്? ഡീകമ്പോസ് ചെയ്തത്. ഓക്കെ, ആഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ടേക്കൻ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ആസ് എ റിയാക്ഷൻ പ്രൊസീഡ്സ് ഡസ് ദ ടെസ്റ്റ് ട്യൂബ് ബിക്കം ഹോട്ട് ഓർ കോൾഡ്? അല്ല, അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടോ. ടേക്ക് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് എടുക്കുക, എന്നിട്ട് അതിനകത്തോട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ റിയാക്ഷൻ നടക്കുമോ? എന്നിട്ട് ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹോട്ടായിരിക്കുമോ കോൾഡായിരിക്കുമോ എന്ന് ചോദിച്ചേക്കുന്നത്. എന്തായിരിക്കും? ടെസ്റ്റ് ട്യൂബ് ഹോട്ടായിരിക്കും, നല്ല ചൂടുണ്ടായിരിക്കും. കാരണം എന്താണെന്നറിയാമോ? സോഡിയം ഹൈഡ്രോക്സൈഡ്, മക്കളെ ഞാൻ പറഞ്ഞു സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ആണ്, ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് OH. സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ മുമ്പ് ഓൾറെഡി പറഞ്ഞു, NaOH ആണ്. എന്താണ്? NaOH. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു ആൽക്കലിയാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു ആസിഡാണ്, പറ്റിക്കാൻ നോക്കണ്ട അല്ലേ. അപ്പോൾ ഒരു ആസിഡും ഒരു ആൽക്കലിയും തമ്മിൽ റിയാക്ട് ചെയ്താൽ അവിടെ എന്ത് സംഭവിക്കും? ന്യൂട്രലൈസേഷനാണ് അവിടെ സംഭവിക്കുന്നത് ഇല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ ന്യൂട്രലൈസേഷൻ സംഭവിക്കുകയും ചെയ്യും. ഹീറ്റ് അവിടെ ലിബറേറ്റ് ചെയ്യും, ഹീറ്റ് അവിടെ പുറത്തുവിടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ അതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്. എന്താണ്? എക്സോതെർമിക് റിയാക്ഷനാണ് കേട്ടോ. അതായത് ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്ന, ഹീറ്റിനെ സ്വതന്ത്രമാക്കുന്ന റിയാക്ഷൻസ് ആണ് എക്സോതെർമിക് റിയാക്ഷൻസ്. What kind of chemical reaction is a neutralization reaction between sodium hydroxide and hydrochloric acid? എന്തോന്നാ? സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി തമ്മിൽ ചേരുന്ന റിയാക്ഷൻ എത്തരത്തിലുള്ളൊരു റിയാക്ഷനാണ്? പറ. ഹീറ്റിനെ അവർ ലിബറേറ്റ് ചെയ്യുമല്ലേ, ഹീറ്റിനെ അവർ പുറത്തുവിടുമല്ലേ. അപ്പോൾ അത് പുറത്തുവിടുമ്പോൾ എക്സോതെർമിക്. എന്താ പുറത്തോട്ട് പോകുന്നത്? എക്സോ കേട്ടോ. പുറത്തോട്ട് വിടുന്ന ഹീറ്റിനെ അല്ലെ എന്തോന്നിനെയാണ് ഇവിടെ ഇപ്പം ടെമ്പറേച്ചർ, ഹീറ്റിനെ പുറത്തു വിടുന്നതുകൊണ്ടാണ് മക്കളെ. ഹീറ്റ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ, ഇപ്പം തെർമോ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഹീറ്റ് പുറത്ത് വിടുന്നതുകൊണ്ടാണ് എക്സോതെർമിക് എന്ന് പറഞ്ഞത്. ഓക്കെ, ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഓഫ് റിയാക്ഷൻസ് ഫ്രം ഡെയിലി ലൈഫ് വിച്ച് ഇൻവോൾവ്സ് ദ അബ്സോർപ്ഷൻ ഓർ ലിബറേഷൻ ഓഫ് ഹീറ്റ് ആൻഡ് റെക്കോർഡ് ദം ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്ന എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതായത് ഏതെങ്കിലും റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഹീറ്റ് പുറത്ത് വിടുമെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ കത്തിക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും അത്രയും പറയുന്നുള്ളൂ. Chemical reactions which liberate heat are called exothermic reactions, and those which absorb heat are endothermic reactions. അതായത് ഹീറ്റിനെ നമ്മൾ തൊട്ട് മുന്നേയൊക്കെ പറഞ്ഞതാണ്, ഹീറ്റിനെ പുറത്തുവിടുന്നതാണ്, ലിബറേറ്റ് ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ എക്സോതെർമിക്കും, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ അത് എൻഡോതെർമിക് റിയാക്ഷൻസും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഫിസിക്കൽ ചേഞ്ചസ് എന്താണ്, കെമിക്കൽ ചേഞ്ചസ് എന്താണെന്നുള്ളത് പറഞ്ഞു, തെർമോ കെമിക്കൽ റിയാക്ഷൻസും പഠിച്ചു. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ക്ലാസ് കേട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറഞ്ഞതിന് ശേഷം ഞാൻ അടുത്തതും കൂടി ഇന്ന് ഞാൻ വിചാരിച്ചതാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷനും കൂടി പഠിപ്പിക്കണം എന്നുള്ളത്. പക്ഷേ ഇതിങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ എനിക്കൊരു സംശയം, നിങ്ങൾക്കിത് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും സ്പീഡ് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ പ്ലേ ബാക്ക് സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോട്ടൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് ശ്രമിക്കുക. എനിക്ക് അത്രേ പറയാൻ പറ്റും, എനിക്ക് നിങ്ങളെ ഫോഴ്സ് ചെയ്ത് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ക്ലാസ് ഇഷ്ടമായോ എന്നുള്ളത് തീർച്ചയായിട്ടും പറയുക. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഇങ്ങനെ നിങ്ങളുടെ സെയിം സ്റ്റാൻഡേർഡുള്ള കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ, ഈവൻ 9th-ലും 10th-ലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.